കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പൊസിഷൻ തിരിച്ച് താരങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സീരീസിൽ ഇന്ന് നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് വൈഡായിട്ട് കളിക്കുന്ന വിങ്ങേഴ്സും അതുപോലെ സെൻട്രൽ ഫോർവേഡ്സ് ആയിട്ടുള്ള താരങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ആദ്യം നമുക്ക് KBFCയുടെ അറ്റാക്കിങ്ങിൽ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള പൊസിഷനിലെ തന്നെ പറഞ്ഞു തുടങ്ങാം. അതായത് ലെഫ്റ്റ് വിങ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിങ്ങും നമ്മൾ നടത്തിയിട്ടുണ്ട്. FC ഗോവയുടെ താരമായിരുന്ന മൊറോക്കൻ താരം നോവ സദോയിയെ എത്തിക്കുന്നുണ്ട്. ലാസ്റ്റ് 2 സീസണിൽ FC ഗോവയിൽ പൊളിച്ചടുക്കിയിട്ടുള്ള പ്ലെയറാണ്. ഒരുപാട് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള പ്ലെയറാണ്. നമ്മൾ എന്താണെങ്കിലും അദ്ദേഹത്തിനൊരു 15 ഗോൾ കോൺട്രിബ്യൂഷനെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ KBFCക്ക് ISL തന്നെ സാധിക്കണം എന്നുള്ളതാണൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഡുറൻ കപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് നല്ല പ്രകടനം നടത്തി. ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് അടിച്ചു, 8 ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിരുന്നു 4 മത്സരങ്ങളിൽ നിന്ന്. അപ്പം സോ അദ്ദേഹത്തിന് കംപ്ലീറ്റ്ലി ഈ സീസണിൽ കളിക്കാൻ സാധിക്കട്ടെ. KBFCക്ക് വേണ്ടി ഒരുപാട് ഗോളായിട്ടും അസിസ്റ്റായിട്ടും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഉറപ്പായിട്ടും ആഗ്രഹിക്കുകയാണ്. ആ ലെഫ്റ്റ് വിങ് സൈഡിൽ മറ്റൊരു പ്ലെയർ കൂടിയുണ്ട്. നമുക്ക് KBFCയുടെ ടീമിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ പ്ലെയറായിട്ടുള്ള മുഹമ്മദ് ഐമൻ ഉണ്ട്. ഐമൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അദ്ദേഹം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് നടത്തി വരുന്ന പ്ലെയറാണ്. KBFCയുടെ അക്കാഡമിക് സൈഡിൽ നിന്ന് വന്ന് റിസർവ്സിൽ കളിച്ച് ഇപ്പോൾ സീനിയർ ടീമിൽ ലാസ്റ്റ് സീസണിൽ കളിച്ചു. ഇപ്പം അദ്ദേഹം ഒരു നല്ല ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഡുറൻ കപ്പിൽ അദ്ദേഹത്തിന് അത്യാവശ്യം ഡീസൻ്റായിട്ട് കളിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം നോവ ആ ഒരു പൊസിഷനിലുള്ളത് കൊണ്ട് ഐമന് ഏത് റോള് കൊടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണണം. റൈറ്റിലേക്ക് പോകുമോ അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കർ റോൾ കൊടുക്കുമോ എന്നുള്ളതൊക്കെ. ഇനി മറ്റൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ബ്രൈസ് മെറാൻഡ ലാസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു പ്യുവറായിട്ടുള്ള ലെഫ്റ്റ് വിങ്ങർ തന്നെയാണ്. അദ്ദേഹത്തിന് നമുക്ക് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയായും കിട്ടുക എന്നൊക്കെയുള്ള നോക്കി കാണണം. പിന്നെ ലാൽത്ത അമ്മാവിയ, അതായത് അമ്മാവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്വാളിൽ നിന്ന് എത്തിച്ചിട്ടുള്ള പ്ലെയർ. അദ്ദേഹം ബേസിക്കലി ഐസ്വാളിൽ കളിക്കുമ്പോൾ ഒരു ലെഫ്റ്റ് വിങ്ങിലാണ് കളിച്ചിട്ടുള്ളത്. പ്രീ സീസണിൽ ഇവിടെ റൈറ്റ് വിങ്ങിലേക്ക് കളിപ്പിച്ചായിട്ട് കണ്ടു. പക്ഷേ ഡുറൻ കപ്പ് സമയത്ത് അദ്ദേഹത്തിന് മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. ഇനി നമുക്ക് റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു കൺസേൺ ഉള്ള ഏരിയ തന്നെയാണ് റൈറ്റ് വിങ് എന്നുള്ളത് പറയാൻ സാധിക്കും. ഇപ്പം രാഹുൽ KP ആണ് അവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട താരം. പക്ഷേ അദ്ദേഹം ലാസ്റ്റ് സീസണിലൊക്കെ ആയിട്ട് ഗോൾ കോൺട്രിബ്യൂഷനിൽ ഭയങ്കര ഒരു പ്രശ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിയാം. അപ്പം ഈ സീസൺ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ഒരു സീസൺ തന്നെയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു താരം സൗരവ് മണ്ഡലാണ്. സൗരവ് കഴിഞ്ഞൊരു സീസണിൻ്റെ ഒരു അവസാന ഫേസിലേക്ക് വന്നു അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. ആ ഒരു കൺസിസ്റ്റൻസി അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കി കാണേണ്ടത്. പിന്നെ ഐമനെയും അമ്മാവിയൊക്കെ ഈ ഒരു റൈറ്റ് വിങ് പൊസിഷനിലും യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഞാൻ ഒരു ക്യൂരിയസ് ആണ്, ആരായിരിക്കും ആ ഒരു സ്റ്റാറയുടെ ഒരു ഫസ്റ്റ് ചോയ്സ് റൈറ്റ് വിങ്ങറായിട്ട് വരിക എന്നുള്ളത്. ഇനി നമുക്ക് സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലേക്ക് വരുന്നൊരു സമയത്ത് ഹീസസ് എമിനസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കർ എത്തിക്കഴിഞ്ഞു ദിമിയുടെ പകരക്കാരനായിട്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞൊരു 20+ മാച്ചസിൽ ആകെ അടിച്ചത് 1 ഗോളാണ്. പിന്നെ കഴിഞ്ഞ സീസൺ ഇഞ്ചുറി ആയിരുന്നു. ഈ സീസണിൽ വളരെ ലേറ്റായിട്ടാണ് KBFC ജോയിൻ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരു താളം കണ്ടെത്തി വരാൻ സമയമെടുക്കുമോ എന്നൊക്കെ ഉള്ളത് ആരാധകർ നോക്കുന്നൊരു കാര്യമാണ്. പെട്ടെന്ന് അദ്ദേഹം ഗോൾ അടിച്ച് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നുള്ളതാണ്. ചിലപ്പോൾ ആദ്യ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മറ്റൊരു സ്ട്രൈക്കറായിട്ട് വരുന്നത് ക്വാമി പെപ്രയാണ്. പെപ്രയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തെ നമുക്കൊരു പ്യുവർ നമ്പർ 9 എന്ന ലെവലിൽ പറയാൻ പറ്റില്ല. സോ അദ്ദേഹത്തിന് എപ്പോഴും ഒരു സപ്പോർട്ടിങ് സ്ട്രൈക്കർ റോൾ കളിച്ച് അദ്ദേഹം തിളങ്ങാൻ സാധ്യതയുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ 9 പൊസിഷനിങ്ങോ അല്ലെങ്കിൽ മാരക ഫിനിഷിങ് സ്കില്ലോ അങ്ങനെയൊക്കെയുള്ള പറയാൻ പറ്റുന്ന ഒരു താരമല്ല പെപ്ര എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വേറെ ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഇഷാൻ പണ്ഡിതയാണ് ഒരു ഇന്ത്യൻ സെൻട്രൽ ഫോർവേഡ് നിലയിലുള്ളത്. ലാസ്റ്റ് സീസണിൽ അദ്ദേഹത്തിന് ഗോളുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഡുറൻ കപ്പിൽ 2 ഗോൾസ് അടിച്ചു. പിന്നെ അദ്ദേഹം ഇഞ്ചുറിയൊക്കെ ആയിപ്പോയി. എന്നാണെങ്കിലും ISLലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സൂപ്പർ സബ്ബായിട്ട് വന്ന് ആണെങ്കിലും ഗോൾസ് സ്കോർ ചെയ്യുന്നത് കാണാൻ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ശ്രീകുട്ടനാണ് മറ്റൊരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ടീമിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഇനിയിപ്പോൾ ഈ ഒരു മുന്നേറ്റ നിരയിൽ ഓരോ പൊസിഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഫോർവേഡിൽ കുറച്ച് കൺസേൺസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ഹീസൂസ് പയ്യാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ പെപ്ര ഒരു സപ്പോർട്ടിങ് സ്ട്രൈക്കറായിട്ടാണ് കൂടുതലും കളിക്കുന്നത്. പക്ഷേ നമുക്കതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഹീസൂസ് ആണെങ്കിലും അല്ലെങ്കിൽ കോമി പെപ്ര അവിടെ കളിപ്പിക്കാം, അല്ലെങ്കിൽ നോവയെ വേണം സെൻട്രൽ ഫോർവേഡിൽ കളിപ്പിക്കാം, അല്ലെങ്കിൽ ഇഷാൻ പണ്ഡിത ഒരു ഇന്ത്യൻ സെൻട്രൽ ഫോർവേഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് നമുക്കുണ്ട്. പക്ഷേ റൈറ്റ് വിങ് പൊസിഷനിലാണ് കുറച്ച് കൺസേൺസ് ഉള്ളത്. സോ അവിടേക്ക് ഐമനൊക്കെ വന്ന് സെറ്റാകുമോ, അല്ലെങ്കിൽ ലാത്തമാവിയ സെറ്റാകുമോ, രാഹുൽ KPക്കും സൗരവിനും കളിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കൺസേൺസ് ഉണ്ട്. എന്നാൽ ലെഫ്റ്റ് വിങ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് നല്ല ഓപ്ഷൻസ് കുറേ ഉള്ളൊരു മേഖല എന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നോവ ഐമാനും അതുകൂടാതെ ബ്രൈസും അമ്മാവിയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ലൂഡയും ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് മൊത്തത്തിലൊരു ആകത്തുക എന്ന് പറയേണ്ടത്. കൺസേൺസ് ഉണ്ട്, എന്നാൽ ചില ഏരിയയിൽസ് നമുക്ക്
അഡ്വാൻറ്റേജസും ഉണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇനി നമുക്ക് പൊസിഷൻസ് എല്ലാം കഴിഞ്ഞു, KBFCയുടെ എക്സ്പെക്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് KBFCയുടെ മുന്നേറ്റ നിരയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ സൈനിങ് ഓഫ്.